ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ഡ്യൂട്ടിയാണ് നമ്മുടെ പോലീസായത് നമ്മൾ രണ്ട് പാർട്ട് 3 ആണിത്. നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ചെയ്തിട്ട് നമുക്ക് ഡ്യൂട്ടി കയറുന്ന ടൈമായി. നമ്മൾ സ്കോർപ്പിയോ ഒക്കെ എടുത്ത് നമ്മുടെ ആദ്യത്തെ 2 ലക്ഷം കിട്ടി എനിക്ക്. അപ്പം ഞാനാണ് സ്കോർപ്പിയോ എടുത്തത്. സെക്കൻഡ് ഹാൻഡ് അല്ല ഗൈസ്, ഫസ്റ്റ് ആണ് ഞാൻ എടുത്തത്. പെട്ടെന്ന് നമുക്ക് ഡ്യൂട്ടി പോവാം. എന്താണാവോ ഡ്യൂട്ടി ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ എന്നല്ല, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇവർക്കൊന്നും അറിയില്ല. നമ്മളീ പറഞ്ഞിട്ട് എന്താ കാര്യം, ഫ്രാങ്ക്ലിൻ്റെ ബർത്ത്ഡേ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിഷ് ചെയ്യാൻ ആരുമില്ലല്ലോ. ഞാൻ തന്നെ ഫ്രാങ്ക്ലിനെ വിഷ് ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കൂടി അവനെ സ്നേഹിപ്പിച്ചിട്ട് വിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഫ്രാങ്ക്ലിന് വേണ്ടി നിങ്ങളൊന്ന് കമൻറ്റിൽ ഹാപ്പി ബർത്ത്ഡേ നടിക്കുക. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഡ്യൂട്ടി എന്താണെന്ന് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഡ്യൂട്ടി നമ്മുടെ എയർപോർട്ട് ഇതാ. ആ എയർപോർട്ടിൽ നമ്മൾ എന്താണ് ആ സാധനത്തിൻ്റെ പേര്, ഒരു ജസ്റ്റ് അങ്ങനത്തെ മോഡിഫൈഡ് വണ്ടി അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നേരെ പോവാം. അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഒക്കെ നോക്കിയിട്ട് വരാം പെട്ടെന്ന്. അപ്പോൾ അവിടെ എത്തിയിട്ടാണോ? ഇല്ല ഗൈസ്, ഇവിടെ ഒന്നും ആ സാധനം ഇല്ല. നമുക്ക് നേരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക്. ഇത് നമ്മുടെ മഹേന്ദ്രയുടെ ബൊലേറോ അല്ലേ? എന്താ ഇവിടെ? നമുക്ക് സാറോട് ചോദിച്ചു നോക്കാം. സാറേ, ഗൈസ്, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം എന്താ, ഫ്രാങ്ക്ലിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവരെല്ലാവരും കൂടി പൈസ സേവ് ചെയ്ത് നമുക്ക് ഈ ഒരു ബൊലേറോ സമ്മാനമായിട്ട് തന്നതാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ ചിന്തിച്ച് ഇത് ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ലാന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷെഡിലിടാം. അല്ലെങ്കിൽ കണ്ട തൽക്കാലം ഈ വണ്ടി നമുക്ക് ഇവിടെ ഇടാം. ഒരു സ്നേഹത്തോടെ തന്നല്ലേ. നമുക്ക് ഡ്യൂട്ടി നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റെന്താണ്, ഒരു വാനിൽ നമ്മുടെ ഒമിനിയിൽ ഫുള്ള് നമ്മുടെ ഡ്രഗ്സ് കടത്തിക്കൊണ്ട് വരുന്ന നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഒമിനിയിൽ നമുക്ക് അത് പോയിട്ട് കണ്ടുപിടിച്ചിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ കൂടെ ഒരാളും കൂടി വരുന്നുണ്ട്. നമ്മുടെ സോമൻ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റബിൾ ആണ്. അപ്പോൾ വണ്ടി ഓടിക്കും നമ്മുടെ ഒമിനി. നമ്മുടെ ഇത് അവർ തന്നല്ലേ, നമ്മുടെ ബാക്കിൽ ഉണ്ടാവും ഗൈസ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇവിടെ ആ ബ്ലാക്ക് ഒമിനി ഇരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റബിളോട് സോമ ഇറങ്ങിക്കോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആ വണ്ടിയൊക്കെ ഒന്ന് തിരിച്ചിടാം ഗൈസ്. അപ്പോൾ നമ്മുടെ സോമ ഇവിടെ വണ്ടി എടുക്കിട്ടതാ. സോമ ഇവിടെ വന്നോണ്ടിരിക്കുക. നമ്മളവിടെ ബാക്കിൽ വന്നോളും. നമുക്ക് തൽക്കാലം ഇപ്പൊ നമുക്ക് പോവാം. വഴിയുണ്ടോ നോക്കട്ടെ. അവൻ്റെ നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ പോട്ടെ അടിച്ച കുഴപ്പമൊന്നുമില്ല. ഇത് അടിച്ച ഒരു കുഴപ്പമില്ല. ഡ്രഗ്സിന്റെ കിങ് മാഫിയാണ് വൈസ്. എന്തായാലും നമുക്ക് വീട്ടിൽ പോകണം. നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. നമുക്ക് നൈറ്റ് അടുത്ത ഷിഫ്റ്റിന് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി നമുക്ക് സോമനെ വിളിച്ചിട്ട് പറയാം. ഗൈസ്. സോമ പിന്നെ ഗൈസ്, നമ്മുടെ സാർക്ക് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് സാറൊരു പുതിയ കാറ് മേടിച്ച് അവിടെ ബൊലേറോ സോമം വന്ന് നമുക്ക് ചെയ്ത് കൊടുത്ത്. പിന്നെ ഒരു കാര്യം ഗൈസ്, നമ്മുടെ വീട്ടിൽ പോയിട്ട് ഫയൽ എടുത്തിട്ട് നമുക്ക് ഇരിക്കുന്ന ഇവർ രണ്ടുപേരെയും നമുക്ക് പോലീസിൽ ചേർക്കാനുള്ളതാണ്. IPFനാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫയൽ എടുത്തുകൊണ്ട് വരാം. എൻ്റെ ഫയലാണ്. നമുക്ക് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരും ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി നേരെ പോയിട്ട് ഫയൽ എടുത്തുകൊണ്ട് വരാം. ഞാൻ ഷെൽഫിൽ വെച്ച്
അയ്യോ ചാടല്ലേ പോണേ. അപ്പൊ അയ്യോ ഈ ഷെൽഫിലില്ല ഗൈസ്, അപ്പൊ ആ ഷെൽഫിലാവും. നമുക്ക് നേരെ പോവാം. നമുക്ക് നമ്മുടെ സ്വന്തം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇവരെ കൊടുക്കാം. പേരൊക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ ഫയൽ കൊടുത്തിട്ട് നമ്മുടെ അറ്റൻഡൻസ് ഒക്കെ നമുക്ക് അവിടെ ഇരിക്കാം. നമുക്ക് പെട്ടെന്ന് വളച്ചെടുക്കാം. ടൈമൊന്നുമില്ല. രാത്രി ആകുമ്പോഴത്തേക്കിനും അവരെ നമുക്കവിടെ ഫയൽ ചെയ്തിട്ട് അവിടെ ചേർക്കണം. ആ എക്സാമൊക്കെ എഴുതാണ്ട് നമ്മള് എക്സാമൊക്കെ എഴുതിയില്ല. നമ്മളെ ഫോർത്ത് ജനറേഷനായി പെട്ടെന്ന് ചേർന്നോണ്ടേ നമുക്ക് ഫ്രീ ആയിട്ട് പരീക്ഷ ഒന്നും എഴുതാതെയാണ് കിട്ടിയത്. ട്രെയിനിങ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കഴിഞ്ഞ വർഷം. അയ്യോ അപ്പൊ സാറിന്റെ വണ്ടിയും പോയിരുന്നു, എന്റെ വണ്ടിയും പോയി. നേരെ പോയിട്ട് സാറേ ഫയൽ എടുത്തിട്ടുണ്ട്. ആ ശരി, അപ്പൊ കൊടുക്കാൻ പറഞ്ഞു. ടീംസ് നമുക്ക് നമ്മുടെ IPS ആവാൻ വേണ്ടി നിങ്ങൾ ട്രെയിനിങ് ചെയ്യണം. ഒന്ന് ഗൺ ട്രെയിനിങ്, പിന്നെ കാർ ഡ്രൈവിങ്, പിന്നെ ഒരു ഡ്യൂട്ടി നിങ്ങൾക്ക് തരും, അത് ചെയ്യണം. എക്സാമൊക്കെ ഉണ്ട്. എനിക്കുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഓൾഡ് ന്യൂ ജനറേഷൻ അല്ലേ. ശരി. ബേസ് നമുക്ക് നൈറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഒരു സാറ് വരാണ്ട് നമുക്ക് നൈറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഷിഫ്റ്റ് നമുക്ക് കുറച്ചു നേരം ഈ കസാലയിൽ പോയിരിക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. നമുക്ക് പെട്ടെന്ന് നമുക്ക് പോവാം. നമ്മുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇവിടെ തന്നെ നിൽക്കാൻ നമുക്ക് വീട്ടിൽ പോകണം. നമ്മുടെ ഫാമിലി വീട്ടിൽ പോയിക്കോളും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.